ശബരിമല സ്വർണ്ണ കവർച്ചയിലെ പ്രധാന പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം മുഖ്യകണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇഡി. നിലവിൽ ചോദ്യം ചെയ്ത മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രതികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളും ഭരണസമിതിയിൽ ചെലുത്തിയ സ്വാധീനവും മൊഴികളിലുണ്ട്. ജാമ്യത്തിലുള്ള മുഴുവൻ പ്രതികളുടെയും ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനും സാധ്യതയുണ്ട്. അനിവാര്യമായ അറസ്റ്റുകൾ മാത്രം നടത്തി മറ്റു പ്രതികളെ ചോദ്യം ചെയ്ത് വിട്ടയക്കും. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ നിർണായക മൊഴികൾ നൽകിയത്. മറ്റു പ്രതികളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചിരുന്നു. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്നാക്കി റിപ്പോർട്ട് നൽകിയതും മുരാരി ബാബുവായിരുന്നു. നിലവിൽ പ്രതിപ്പട്ടികയിലില്ലാത്ത പലരുടെയും പങ്കാളിത്തം വ്യക്തമാക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവര്, മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, ഇടനിലക്കാരൻ കൽപേഷ് എന്നിവരെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. നടൻ ജയറാമിന്റെ മൊഴിയും ഇഡി രേഖപ്പെടുത്തിയതാണ്. ജനം, കൊച്ചി.